الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഏറെ ശ്രേഷ്ഠമായ ദിവസമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമയിൽ പങ്കെടുക്കുവാനും ഖുതുബ കേൾക്കാനും നമസ്കരിക്കാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. കേൾക്കുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി പടച്ചറബ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവുക എന്നുള്ളത്. കാരണം ജോലി ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ അവിടെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു സന്തോഷത്തിന്റെ ഒരു സമാധാനത്തിന്റെ ഒരു ഇടം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സക്കനൻ എന്ന് ഉപയോഗിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് സൂറത്തുൻ നഹലിലെ 16-ാം അധ്യായം 80-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സക്കന എന്നാണ്. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിലെ 96-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത് വജഅലൽ ലൈല സക്കന എന്നുള്ളതാണ്. വീടും രാത്രിയും സമാധാനമാണ്. രാത്രി സമാധാനത്തിന്റെ സമയമാണ്, വീട് സമാധാനത്തിന്റെ കേന്ദ്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. പകല് സമയം മുഴുവൻ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് രാത്രിയാകുമ്പോൾ ഒരു വിശ്രമിക്കാൻ, നമ്മുടെ ക്ഷീണം അകറ്റാൻ അല്ലാഹു നൽകുന്ന ഒരു സമയം, അത് സക്കനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സമാധാനം കിട്ടാൻ, ഒരു സന്തോഷമാകാൻ, മനസ്സിനൊരു കുളിർമ കിട്ടാൻ, അതിനാണ് അല്ലാഹു വീട് നൽകിയത്. ജബൽ നൂറിന്റെ മുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സാഹചര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദ്യമായിട്ട് കണ്ട് പേടിച്ചു പറച്ച് സമ്മിലൂനി എന്ന് പറഞ്ഞ് ഓടിയത്, എന്നെ പുതപ്പിക്കണമെന്ന് പറഞ്ഞ് ഓടിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് വീട്ടിലേക്കാണ് ഓടിയത്. ആ ഒരു സമാധാനമാണ് നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ലഭിക്കേണ്ടത്. അത് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാം പരിശോധിക്കണം. കാരണം വീട് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ വളരെ സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനം ലഭിക്കുന്ന 4 കാര്യങ്ങളെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത്. ഒന്ന് ഒരു സ്വാലിഹത്തായ ഒരു ഭാര്യ, അത് സമാധാനമാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന, അതുപോലെ തന്നെ ഫർള് നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും ഏറെ കൃത്യമാക്കുന്ന, അതുപോലെ തന്നെ തന്റെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ, ഭർത്താവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്ന, അനുസരിക്കുന്ന ഒരു നല്ല ഒരു പെണ്ണ്, സ്വാലിഹത്തായ ഒരു പെണ്ണ്, നമ്മുടെ മക്കളെ നോക്കുന്ന, അതുപോലെ തന്നെ ഭർത്താവിന്റെ സമ്പത്തിനെ സംരക്ഷിക്കുന്ന, അങ്ങനെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണ്, അത് സമാധാനമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു വിശാലമായ ഒരു വീട്, അത് സമാധാനമാണ്. വീട് ഒരു സമാധാനമാണെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതിന്റെ ഉള്ളിൽ വരുമ്പോൾ നമുക്കൊരു സമാധാനം ലഭിക്കണം, ഒരു സന്തോഷമാകണം, ഒരു കുളിർമ ലഭിക്കണം. അതുപോലെ തന്നെയാണ് ഒരു സ്വാലിഹായ ഒരു അയൽവാസി, നമ്മുടെ ആഗ്രഹങ്ങൾ ചെയ്തു തരും, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ഉപദ്രവിക്കാത്ത, നമ്മളെ വിഷമിപ്പിക്കാത്ത, നമ്മളെ ഉപദ്രവിക്കാത്ത ഒരു അയൽവാസി നമുക്കുണ്ടെങ്കിൽ അതൊരു സമാധാനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മർകബുൽ ഹനിയു, ഒരു വാഹനം, അത് സന്തോഷമാണ്, മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണ് എന്ന് 4 ദുനിയാവിലെ വിഭവങ്ങളെ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ എടുത്തു പറഞ്ഞ വിഷയമാണ് നമ്മുടെ വീട് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ വീട്ടിൽ
വീട്ടിൽ ഇസ്ലാം പഠിപ്പിച്ച, അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ആ ഒരു സമാധാനവും സന്തോഷവും ആശ്വാസവും ഒക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ചിലർക്ക് ലഭിക്കുന്നുണ്ടാകാം, ചിലർക്ക് ലഭിക്കാതിരിക്കുന്നുണ്ടാകാം. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളും ഇസ്ലാം നമ്മളെ കൃത്യമായി പഠിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ വീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ. വീടൊരു അനുഗ്രഹമാണ്. അതിന്റെ വില നമുക്ക് അറിയണമെങ്കിൽ അതില്ലാത്തവരുണ്ട്, കടത്തിണ്ണകളിൽ കിടന്നുറങ്ങുന്നവരുണ്ട്, അല്ലെ? രാത്രിയെ പിന്നെ ഉറക്കമൊഴിച്ചിരുന്ന് വെളുപ്പിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് കിടന്നുറങ്ങാൻ വീടില്ലാത്ത ആളുകൾ, അവിടെയും ഇവിടെയും ഒക്കെ കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ രാത്രികളിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് അവർ കാണാൻ കഴിയാറുണ്ട്. ഇങ്ങനെ വീടില്ലാത്തവരെ നമ്മൾ കാണുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് നമ്മൾ പണിയുമ്പോൾ കൃത്യമായി അല്ലാഹുവിനെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെ? അല്ലാഹുവിനെ അനുസരിക്കാതെ ഒരു വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സമാധാനം ലഭിക്കണം എന്ന് പറഞ്ഞാൽ ആ സമാധാനം നമുക്ക് ലഭിക്കുകയില്ല. എന്താണ് വീട് പണിയുമ്പോൾ അല്ലാഹുവിനെ അനുസരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു മനുഷ്യൻ അവൻ പരലോകത്ത് അവന്റെ മരണത്തിന് ശേഷം അവൻ ഖബറിൽ ചെന്ന് കിടക്കുന്ന സമയത്ത്, അവന് വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത്, അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സമ്പത്തിനെ കുറിച്ച് രണ്ട് രൂപത്തിൽ ചോദ്യം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നിന്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്ന് ചോദിക്കും. നിന്റെ സമ്പത്ത് എവിടെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കും. ഈ രണ്ട് ചോദ്യത്തിനും കൃത്യമായ മറുപടി പറയണമെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയമുള്ളവരെ, നമ്മുടെ സമ്പാദ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മുടെ സമ്പാദ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്ക്. ഹലാലിലൂടെയാണോ നമ്മൾ സമ്പാദിക്കുന്നത്? ഹലാലായ മാർഗത്തിലൂടെയാണോ നമ്മൾ ചെലവഴിക്കുന്നത്? ഹറാമായ മാർഗത്തിലൂടെയാണോ നമ്മൾ സമ്പാദിക്കുന്നത്? ഹറാമിന് വേണ്ടിയാണോ നമ്മൾ ചെലവഴിക്കുന്നത്? ഇത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യഅതി അലന്നാസി സമാൻ, ഒരു കാലഘട്ടം മുസ്ലിം ഉമ്മത്തിൽ വരാനുണ്ട്. രണ്ട് ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? രോഗവസാനം അടുക്കുമ്പോഴുള്ള ആളുകളെ കുറിച്ച് 1400-500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുക സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി അജ്മഈൻ. എന്താ പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ? ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഹലാൽ എന്താണെന്ന് പരിശോധിക്കൂല, ഹറാം എന്താണെന്നും പരിശോധിക്കൂല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഹറാം എന്ത് ഹലാൽ എന്ത് ഇതൊന്നും പരിശോധിക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചല്ല അന്ന് റസൂൽ പറഞ്ഞത്. നമ്മൾ ആലോചിക്കുക, നമ്മൾ തിന്നുമ്പോ, നമ്മൾ കുടിക്കുമ്പോ, നമ്മൾ ജീവിക്കുമ്പോ, നമ്മൾ ഓരോന്നും ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, നമ്മളുടെ സന്തോഷം മാറാൻ വേണ്ടി നമ്മൾ ഓരോന്നും കാട്ടിക്കൂട്ടുമ്പോ, ഞാനിത് ചെയ്യുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ടോ? ഇല്ല. നമ്മുടെ മനസ്സിന് കുളിർമ കിട്ടുന്നത് അത് ഹറാമാണ് എങ്കിലും നമ്മളത് ചെയ്യാണ്. നമുക്ക് ആ സമയത്ത് ഒരു സന്തോഷം വേണം. അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ ഹറാമും ഹലാലും പരിശോധിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നരകത്തിലേക്കുള്ള വഴിയാണ് നമ്മളുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമ്പാദിക്കുമ്പോ നമ്മളിൽ ഒരിക്കലും പ്രിയമുള്ളവരെ ഹറാമ് സംഭവിച്ചു പോകരുത്. എപ്പോഴാ സമ്പാദ്യത്തിൽ ഹറാം സംഭവിക്കുക? പ്രത്യേകിച്ച് എന്റെ സംസാരം കേൾക്കുന്ന കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടെങ്കിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടും കളവ് പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നുണ്ട് എങ്കിൽ അത് ഹറാമിന്റെ സമ്പാദ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. അതിലൂടെ നമ്മൾ കുടിക്കുന്ന പാനീയം ഹറാമിന്റെ പാനീയമാണ്. അതിലൂടെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഹറാമിന്റെ വസ്ത്രമാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അവൻ അല്ലാഹുവിനെ വിളിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എങ്ങനെ അല്ലാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിക്കും. കാരണം മൽബസഹു ഹറാം, മശറബഹു ഹറാം, മൽബസഹു ഹറാം, മത്അമഹു ഹറാം. അവന്റെ തിന്നുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും ഒക്കെ ഹറാമിന്റെ മാർഗത്തിലുള്ളതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ നിലക്കും പലിശ വാങ്ങുന്നവൻ പോട്ടെ, പലിശ കൊടുക്കുന്നവൻ പോട്ടെ, എത്രത്തോളം റസൂൽ പറഞ്ഞു, പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും അതിനാരെങ്കിലും സാക്ഷിയായാൽ അവനെ പോലും അല്ലാഹു റസൂൽ അവനെ ശപിച്ചിട്ടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ ആഗ്രഹം നല്ലൊരു വീടുണ്ടാകണം. അപ്പൊ പലിശന്റെ മാർഗമാണോ ഹറാമാണോ ഹലാലാണോ ഇതൊന്നും നമ്മൾ നോക്കൂല. നമുക്കൊരു നല്ല വാഹനം വേണോ, ഹറാമാണോ ഹലാലാണോ അതൊന്നും നമ്മൾ പരിശോധിക്കൂല. നമ്മുടെ ആഗ്രഹം അപ്പങ്ങളെ നടത്തി കിട്ടാൻ വേണ്ടി ആ രൂപത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും മറ്റും വഴികളിലൂടെ ഹറാമിന്റെ വഴികളിലൂടെയാണ് സമ്പാദിച്ചുകൊണ്ട് വീടുണ്ടാക്കാറുള്ളത്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ പലതും നമ്മൾ നടത്താറുള്ളത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു എങ്ങനെയാണെന്നോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, എങ്ങനെയാണെന്നോ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. സൂറത്ത് ബഖറയിലൂടെ അല്ലാഹു പറയാ, നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ നിങ്ങളോട് ഓരോരുത്തരോടും അല്ല നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹുവിന്റെ സംസാരമാണ്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, നിങ്ങൾ പരലോകത്തെ വിജയം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വദറൂ മാ ബഖിയ മിനർ റിബ, പലിശയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടാനുണ്ടോ ഇങ്ങോട്ട് കിട്ടാനുള്ളത് പോലും നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ താക്കീത്. അങ്ങോട്ട് കൊടുക്കുന്നതല്ല
മാത്രമല്ല ഇങ്ങോട്ട് കിട്ടാനുള്ളത് പോലും അപ്പൊ അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഗൗരവം എത്രയാണ് കൂട്ടരെ? നമുക്ക് ലക്ഷങ്ങളും കോടികളും ഇങ്ങോട്ട് പലിശയുടെ ഭാഗമായിട്ട് കിട്ടാനുണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പട്ടിണി കിടക്കേണ്ടി വന്നാലും നമ്മൾ എത്ര ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിലും അല്ലാഹു ഹറാമാക്കിയ ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. മുൻഗാമികളെ കുറിച്ച് പഠിപ്പിച്ചല്ലോ, വിശപ്പിന്റെ വിഷയത്തിൽ അവർ ക്ഷമിക്കും, നരകത്തിന്റെ വിഷയത്തിൽ അവർ ക്ഷമിക്കുകയില്ല. അഥവാ വിശപ്പിന് വേണ്ടി എത്ര സഹിക്കാനും അവർ തയ്യാറാണ്, നരകത്തിന്റെ വിഷയത്തിൽ സഹിക്കാൻ അവർ തയ്യാറല്ല. ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ, ഇന്ന കാര്യം കണ്ടാൽ, ഇന്ന കാര്യം കേട്ടാൽ, ഇന്ന കാര്യം തിന്നാൽ കുടിച്ചാൽ നരകത്തിലേക്ക് പോകുമോ എങ്കിൽ അവർ ആ വിഷയത്തെ സൂക്ഷിക്കുമെന്ന് മുൻഗാമികളുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. എത്ര വീടുകളാണ് പലിശക്കും മറ്റുമൊക്കെ മാർഗത്തിലൂടെ സമ്പത്ത് സ്വീകരിച്ചുകൊണ്ട് ഹറാമിന്റെ വഴിയിലൂടെ സമ്പാദിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ പാർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹു ഹറാമാക്കിയ വിഷയത്തിൽ ഏർപ്പെട്ടിട്ട് ആ വീട്ടിൽ എനിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സമാധാനം ലഭിക്കും? അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വാ. അല്ലാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അവര് ബാങ്കിന്റെ ലോൺ എടുത്തിട്ടാണല്ലോ പലിശ പിന്നെ വീട് വെച്ചിട്ടുള്ളത്. ഇപ്പുറത്തുള്ള ആളുകൾ പലിശ വാങ്ങിയിട്ടാണല്ലോ വണ്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പുറത്തുള്ളവരും അങ്ങനെയാണല്ലോ. പിന്നെ എന്താ എനിക്ക് അങ്ങനെ ആയിക്കൂടാ? അവരും ഇവരും ഒക്കെ നരകത്തിൽ പോകുമ്പോ അവരുടെ കൂടെ പോകാൻ നമ്മളും റെഡിയാകണം. ഇനി എന്ത് ചെയ്യും മൗലവി? ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി തൗബ ചെയ്ത് മടങ്ങാനേ ഉള്ളൂ. ശിർക്കല്ലാത്ത എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നീറുന്ന മനസ്സുമായി, കരയുന്ന കണ്ണുകളുമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാത്രിയുടെ വ്യായാമങ്ങളിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് കരഞ്ഞ് നീറുന്ന മനസ്സുമായി നമ്മുടെ കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ, ഒരുപാട് അരുതായ്മകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹ്, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങുകയില്ല, നിനക്ക് ഇഷ്ടമില്ലാത്തതിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ആ രൂപത്തിൽ തൗബ ചെയ്ത് മടങ്ങി നന്മയുടെ വഴിയിലൂടെ മടങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ മരണം വരെ, മരണത്തിനു ശേഷവും എല്ലാം അല്ലാഹു നമുക്ക് സമാധാനവും സ്വസ്ഥതയും സന്തോഷവും എല്ലാം നൽകി പടച്ചറബ് നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ വീടുകളിൽ മരണം സംഭവിച്ചാൽ അവിടെ നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. പച്ചയെട്ട ദിവസങ്ങളിൽ 3-ന്റെ അന്നും 5-ന്റെ അന്നും അതുപോലെ തന്നെ 7-ന്റെ അന്നും 40-ന്റെ അന്നും ഒക്കെ ആയിട്ട് പ്രത്യേക ഭക്ഷണ പലഹാരങ്ങളും സദ്യകളും ഒക്കെ നടത്തി പ്രത്യേകമായ ദിക്ർ ഹലഖകളും സ്വലാത്തുകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യം. അതിനുവേണ്ടി പള്ളിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന നാട്ടുകാരെ എല്ലാം വിളിച്ചു വരുത്തി സമ്പത്ത് ചെലവഴിച്ച് ഈ രൂപത്തിൽ ബിദ്അത്ത് ചെയ്യുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മയ്യത്തിന്റെ സമീപത്തിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. നമുക്ക് ഖുർആൻ ഓതാം. എല്ലാ ദിവസവും നമ്മൾ ഖുർആൻ ഓതുന്നവരാണോ നമുക്ക് ഖുർആൻ ഓതാം. എല്ലാ ദിവസവും നമ്മൾ ദിക്ർ ചൊല്ലുന്നവരാണോ നമുക്ക് ദിക്ർ ചൊല്ലാം. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുന്നവരാണോ നമുക്ക് സ്വലാത്ത് ചൊല്ലാം. പക്ഷെ മരിച്ച മയ്യത്തിന്റെ അടുത്തിൽ നിന്ന് നമ്മൾ ഖുർആൻ ഓതിയാൽ, ഖബറിന്റെ അടുത്തിൽ നിന്ന് ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി മയ്യത്തിന് കിട്ടുമെന്ന വിശ്വാസം അതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ല. അത് നമ്മൾ കൃത്യമായി കഴിഞ്ഞ ഖുത്ബകളിലൂടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ ഒരുപാട് അനാചാരങ്ങൾ വന്നു. ഉള്ള ആചാരങ്ങൾ ഇസ്ലാമിൽ ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ മാറ്റി വെക്കപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ സഹോദരിമാർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ കഴിയുന്ന സാഹചര്യം. അത് ഇസ്ലാമിൽ ഉള്ളതാണ്, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയാണ്. ഉള്ളതിനെടുത്ത് കളയാ, ഇല്ലാത്തതിന് കൊണ്ടുവരാം, വല്ലാത്തൊരു അവസ്ഥയാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് നിസ്കരിക്കാൻ കഴിയില്ല, മക്കൾ മരിച്ചാൽ ഉമ്മാക്ക് നിസ്കരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒന്നാമത്തെ വിഷയം താല്പര്യമില്ലായ്മയാണ്. താല്പര്യമില്ല, ഫർളനില്ല, നിസ്കാരമില്ല ജീവിതത്തിൽ, അങ്ങനത്തെ ഉള്ളവർക്ക് താല്പര്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ വിഷയം അറിവില്ലായ്മയാണ്. അത് വലിയ വിഷയമാണ്. അറിവില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ നാട്ടിലെ വിശ്വാസം, നിങ്ങൾ ചോദിച്ചു എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ, പുരുഷന്മാർക്ക് മുന്നിലെത്തിയാൻ പാടില്ല, സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല. ആൾക്കാർ വിശ്വാസം ഇതും പറഞ്ഞ് പറ്റിച്ചേക്കാണ് നമ്മുടെ ഉമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ. പുരുഷന്മാർക്ക് മുന്നിൽ മയ്യത്ത് സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല. പുരുഷന്മാർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് ഒരു നിസ്കാരമില്ല. അതുകൊണ്ട് എന്തില്ല, പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഫസ്തജാബ ലഹും റബ്ബുഹും അന്നീ ലാ ഉദിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കറിൻ ഔ ഉൻസാ.
ആണാകട്ടെ പെണ്ണാകട്ടെ, അവർ അമൽ ചെയ്താൽ, അവർ ഏതൊരു കർമ്മം ചെയ്താലും അതിന്റെ പ്രതിഫലം അവർക്ക് ഒട്ടും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറക്കുകയില്ല, നിഷ്ഫലമാക്കി കളയുകയില്ല. പുരുഷൻ ചെയ്തു അവന് മാത്രം കൂലി, ഒരു പെണ്ണ് ചെയ്തു അവന് കൂലിയില്ല എന്നതല്ല ഖുർആൻ പഠിപ്പിച്ചത്. മിൻ ദക്കറിൻ ഔ ഉൻസ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു സാലിഹായ ഒരു കർമ്മം അല്ലാഹു പഠിപ്പിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം ചെയ്താൽ ആണിനും കൂലിയാണ് പെണ്ണിനും കൂലിയാണ്. ഇത് സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പഠിപ്പിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ പഠിപ്പിച്ചത്, സൂറത്ത് നിസായിൽ പഠിപ്പിച്ചത്, സത്യവിശ്വാസിയായിക്കൊണ്ട് ഒരാണാണെങ്കിലും ഒരു പെണ്ണാണെങ്കിലും അവർ സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ സ്വർഗ്ഗത്തിലേക്കുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, മയ്യത്ത് നിസ്കാരത്തെ കുറിച്ച് ആണ് മാത്രം നിസ്കരിച്ചാൽ മതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പെണ്ണിന് മയ്യത്ത് നിസ്കാരമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ നിയമം അത് ഇസ്ലാമിന് പരിചയമില്ലാത്ത നിയമമാണ്. ആണിന്റെ മുമ്പ് പെണ്ണ് നിസ്കരിക്കാൻ പാടില്ല, ആണ് നിസ്കരിച്ചു കഴിഞ്ഞാൽ പെണ്ണിന് പിന്നെ നിസ്കരിക്കേണ്ട ആവശ്യവുമില്ല എന്ന നിയമം ഇസ്ലാം എവിടെയും പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഒട്ടനവധി ഹദീസുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാനായ ഉമൈർ ഇബ്നു അബൂ തൽഹ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, ഉമൈർ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും മൂന്ന് ആളുകളാണ് പിന്നെ മയ്യത്ത് നമസ്കരിച്ചത്. അന്ന അബാ തൽഹ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഉമൈർ ഇബ്നു അബീ തൽഹ ഹീന തുവഫിയ. ഉമൈർ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തി. ഫഅതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല അലൈഹി ഫീ മൻസിലിഹിം. ഉമൈർ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചു. ഫതഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിന്റെ സമീപത്ത് നിന്ന് നമസ്കരിച്ചു. വകാന അബൂ തൽഹ വറാഅഹു, പ്രവാചകന്റെ തൊട്ട് പിന്നിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു. വഉമ്മു സുലൈം വറാഅ അബീ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു തൊട്ട് പിന്നിലായിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മയ്യത്ത് നമസ്കരിച്ചു എന്ന് കൃത്യമായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഉമൈർ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ട് നിസ്കരിക്കുന്നു. തൊട്ട് പിന്നിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. അതിന്റെ തൊട്ട് പിന്നിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നിസ്കരിച്ചതായിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, നമ്മുടെ റസൂൽ മരണപ്പെട്ടപ്പോൾ ലമ്മാ മാത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഖില الرجال فصلوا عليه بغير امام ارسل. ആദ്യം പുരുഷന്മാർ വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിന്റെ അടുക്കൽ ചെറിയ സംഘങ്ങളായിട്ട് എന്ത് ചെയ്തു, പുരുഷന്മാർ നിസ്കരിച്ചു. ഹത്താ ഫറഹു, പുരുഷന്മാർ നിസ്കരിച്ച് മാറിയപ്പോൾ ثم ادخل النساء, പിന്നീട് സ്ത്രീകൾ വന്നു. ഫസല്ലിയന അലൈഹി, എന്നിട്ട് അവർ നമസ്കരിച്ചു, അവർ പിരിഞ്ഞുപോയി. ثم ادخل الصبيان, അതിനുശേഷം കുട്ടികൾ വന്നു, അവർ നമസ്കരിച്ചു, പിരിഞ്ഞുപോയി. അതിനുശേഷം ഉദ്ഖില അബീദ്, അടിമകൾ വന്ന് നമസ്കരിച്ചു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഒരുപാട് ഒട്ടനവധി ഹദീസുകളും അതുപോലെ തന്നെ സലഫു സാലിഹീങ്ങളായ ആളുകളുടെ ഖൗലുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്ക് വരുന്ന ആഴ്ചകളിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. കൃത്യമായി അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ, ഇൽമു നേടാൻ, ആ നേടിയ ഇൽമിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ നമസ്കരിച്ചിട്ടുണ്ട് മയ്യത്ത് നമസ്കാരം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്തിന് വേണ്ടിയിട്ട് പ്രവാചകന്റെ പത്നിമാരും മറ്റുള്ള സഹാബ വനിതകളും നമസ്കരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മയ്യത്ത് നമസ്കരിച്ചതിന് തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഉമ്മമാരെ ഈ ഹഖ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത, ഞാൻ മരിച്ചാൽ നിങ്ങൾ നമസ്കരിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ആ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ വെള്ളിയാഴ്ചയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ബാത്തിലിനെ മാറ്റി വെച്ചുകൊണ്ട് ഹഖിന്റെ വഴിയിലൂടെ ജീവിക്കാൻ അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എല്ലാ ദിനങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള ശിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, ബിദ്അത്തുകളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും ദിനങ്ങളെ എല്ലാം കാത്തുരക്ഷിക്കണേ റഹ്മാനെ. യഥാർത്ഥ മുസ്ലിമായി, മുഅ്മിനായി, ഈമാനോടെ, മുഹ്സിനായി ജീവിച്ച് മരിക്കാൻ ദിനങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ
ഒരുപാട് രോഗികളുണ്ട്, പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ കരുണ ചെയ്യണേ റഹ്മാനെ. സിഹത്ത് കൊടുക്കണേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാർ, വാപ്പമാർ, ഞങ്ങളുടെ വല്യപ്പമാർ, വല്യമ്മമാർ ഒക്കെ മരണപ്പെട്ടു പോയി ആരുടെ മണ്ണിലാണ് റഹ്മാനെ. അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ ദുനിയാവിൽ ഞങ്ങളെ ഒരുമിപ്പിച്ചതുപോലെ നിന്റെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ എല്ലാം ഒരുമിപ്പിക്കണേ റഹ്മാനെ. കാരുണ്യത്തിന്റെ സ്വർഗ്ഗത്തിലേക്ക്, സന്തോഷത്തിന്റെ ആ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകാൻ നിങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم ارحمنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.